covariance between x and y പറഞ്ഞപ്പോൾ ആ പ്രോബ്ലത്തിനകത്ത് covariance of xy ഇല്ലേ, അതായത് സിഗ്മ xy ഇൻറ്റു എഫ് ഓഫ് xy ഇൻറ്റു എഫ് ഓഫ് xy dx അല്ലെ, എഫ് ഓഫ് എക്സ് എടുത്തില്ലേ, എക്സിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അതിനെ എഫ് ഓഫ് എക്സ് വൈ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനകത്ത് കോവേരിയൻസ് കിട്ടിയത് 1/2 - 1 എന്ന് പറയുന്ന കാര്യം. നമ്മൾ 1/2 മാത്രം എടുത്തിരിക്കുന്നത്. എന്നാൽ ആ 1 അതിനകത്ത് മൈനസ് ചെയ്യുക, ആൻസറിനാണ്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1/2 മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 മൈനസ് ഏതാ മ്യൂ എക്സ് ഇൻറ്റു മ്യൂ വൈ. ആ മ്യൂ എക്സ് ഇൻറ്റു മ്യൂ വൈക്കകത്ത് 1 × 1 എന്ന് എഴുതി, പക്ഷേ കാൽക്കുലേഷനകത്ത് 1/2 മാത്രം എഴുതിയിരിക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഈ ടൈപ്പിലുള്ള പ്രോബ്ലങ്ങളും പരീക്ഷയ്ക്ക് സാധാരണ വരുന്നതാണ്, അതോടെ നോക്കുക. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് നോക്കുക. 1, 2, 3 ഇങ്ങനെയാണ്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ്, റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നു. എക്സിന് എടുക്കാൻ കഴിയുന്ന വാല്യൂസ്, ദെൻ ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. യു ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ വേർ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് എഴുതി. അന്നേരം വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2വിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അഥവാ വേരിയൻസും കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എക്സിന് അതെല്ലാം വാല്യൂസ് എടുക്കാം, 1 എടുക്കാം. എന്നാൽ എക്സ് ഈസ് ഈക്വൽ ടു 1, ദെൻ വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1² + 2 3 എന്ന് വരും അല്ലേ? വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, കറസ്പോണ്ടിങ് വൈ വാല്യൂ 2² + 2 4 + 2 6 3 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3, ദെൻ വൈ ഈസ് ഈക്വൽ 3² + 2 9 + 2 11 എന്ന് കിട്ടും. പക്ഷേ ഫ്രീക്വൻസി അതിൻ്റെ പ്രോബബിലിറ്റി ഏത് തന്നെയാണ്? നോട്ട് ഫ്രീക്വൻസി, പ്രോബബിലിറ്റി ഏത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. ഈ വൈ ഈസ് ഈക്വൽ ടു വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. എന്നാൽ വൈ 3 ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആയിരിക്കണം. എന്നാൽ വൈ 3 ആകാനുള്ള പ്രോബബിലിറ്റി, അന്നേരം വൈക്ക് എടുക്കാൻ കഴിയുന്ന വാല്യൂസ് എവിടെ വരും? വൈ ഈസ് ഈക്വൽ ടു 1, 1 + 2 3, ദെൻ 6 11 അല്ലേ? പ്രോബബിലിറ്റി ഏത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. വൈയുടെ വാല്യൂ 3 ആകണമെങ്കിൽ എക്സ് 3 ആയിരിക്കണം, 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ 3 ആകാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബബിലിറ്റി. അതായത് ഇത് ഇവിടെ വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു എത്ര വരും? 1² + 2 3, ഇത് 6, ഇത് എത്ര വരും? 11. പ്രോബബിലിറ്റി ഇതിൽ. എന്നിട്ട് നമ്മൾ മ്യൂ എക്സും മ്യൂ വൈയും കാൽക്കുലേറ്റ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ എന്ത് ഇവിടെ കണ്ടുപിടിക്കുക? മ്യൂ ഓഫ് വൈ ഈസ് ഈക്വൽ ടു, അഥവാ മ്യൂ ഓഫ് എക്സ് ആണെങ്കിൽ എന്താണ്? അരിത്തമാറ്റിക് മീൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ അതുപോലെ എന്തായിരിക്കണം? വൈ ഇൻറ്റു എഫ് ഓഫ് വൈ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ x² ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അതേ പ്രോപ്പർട്ടി എന്നിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക. അതായത് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും രണ്ട് മെത്തേഡാണ് എടുക്കുക, ഓർക്കുക. പക്ഷേ ഡിസ്ക്രീറ്റ് കേസിനകത്ത് ഇതുപോലെയുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾ നോക്കുക. എങ്ങനെ? എക്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരും, വൈ ഇൻ ടൈപ്സ് ഓഫ് എക്സ് തരും, ദെൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയോ അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അരിത്തമാറ്റിക് മീനും ഓഫ് വൈ കിട്ടുന്ന കുറച്ച് പ്രോബ്ലങ്ങൾ 3⁻x 2⁻x അങ്ങനെ പറഞ്ഞ് കുറേ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നോക്കുക. അതും സാധാരണ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. നമ്മൾ എന്തായിരിക്കുന്ന ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ് എക്സും വൈയും പറഞ്ഞായിരുന്നു. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ, ഇതുപോലെ എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു x1 x2 എക്സെട്ര എടുക്കും, വൈയുടെ വാല്യൂ y1 y2 എക്സെട്ര എന്ന് കിട്ടും. എന്നിട്ട് അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. എന്നാൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് ഈ വരുന്ന വാല്യൂ എന്തായിരിക്കുന്നതാണ്? പ്രോബബിലിറ്റി ദാറ്റ് x ഈസ് ഈക്വൽ ടു x1 y ഈസ് ഈക്വൽ ടു y1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ടൈം ഏതായിരിക്കും? പ്രോബബിലിറ്റി ദാറ്റ് x ഈസ് ഈക്വൽ ടു x1 y ഈസ് ഈക്വൽ ടു y2. എന്നാൽ ഇതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ x1 ആകാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കും ഇവിടെ. സിമിലർലി പ്രോബബിലിറ്റി ദാറ്റ് x ഈസ് ഈക്വൽ ടു x2 മീൻസ് ഇതെല്ലാം സം ചെയ്ത് ഇവിടെ വരുന്ന വാല്യൂ ആയിരിക്കും. സിമിലർലി പ്രോബബിലിറ്റി ദാറ്റ് y ഈസ് ഈക്വൽ ടു y1 മീൻസ് ദാറ്റ് സം ഓഫ് ദി പ്രോബബിലിറ്റി ഇവിടെ വരുന്ന ടോട്ടൽ പ്രോബബിലിറ്റി. അങ്ങനെ കൂട്ടിയെടുക്കും. അന്നേരം അതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അന്നേരം എക്സും വൈയും ഒരേ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 റാൻഡം വേരിയബിൾസ് ആണ്. ഇനി ആ റാൻഡം വേരിയബിൾസിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എക്സ് നമ്പർ ഓഫ് ഹെഡ്, വൈ നമ്പർ ഓഫ് ഡേയ്സ്, എന്നിട്ട് അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഈ അതേപോലെ തന്നെ ഇപ്പം എന്താ ഇത് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻ്റ് ആകുക എന്നാണ്. എക്സ് ആൻഡ് വൈ ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ്.
Independent probability and the property and the probability that x is equal to x1, y is equal to y. And the x in the value x, y in the value y, probability and the joint probability is equal to probability that x is equal to x into probability that y is equal to y. Okay? In probability that x is equal to x and y is equal to y, that is f of xy. What is f of xy? F of xy means the probability that x is equal to x and y is equal to y. Then this probability is equal to probability of x into probability of y, g of x into h of y. And then f of 1 f of 1 means what is f of 1? F of 1 means probability that joint probability that if x is equal to 1, y is equal to 2. That joint probability is equal to probability that x is equal to x 1 into probability that y is equal to 2. If this property is satisfied, or f of xy is equal to g of x into h of y, then we say that random variables x and y are independent. Okay? And the independent problem is dependent on independent problem. That is and the probability is f of x1 y1. That is f of x1 y1 means the probability that x is equal to x1, y is equal to y1. This probability is equal to probability that x is equal to x1. X in the value x1 probability is g of x in the area. This is y value y1 probability. And that is the probability that x is equal to x1, y is equal to y1. That probability is equal to x in the value x1 probability into probability that y is equal to y. This product is the product equal random variables x and y is said to be independent. That is f of xy not equal to probability of x is equal to x and y is equal to y. That variables are said to be dependent. And independent, dependent, that definition of the problem, second, this is continuous random variable. This is discrete random variable. This is continuous random variable. Discrete random variable x varies in an interval. X assumes discrete values. That means x is equal to 0, 1, 2, 3, etc. But in the case of continuous random variable, that random variable capital X assigns or assumes value in an interval. Now, in interval, value assumed that means the sample value. That is continuous random variable. This properties arithmetic mean, median, arithmetic mean, standard deviation, variance, joint probability distribution. That is continuous case. Discrete important than continuous. Continuous case is 5 mark, 3 mark. That is a continuous random variable in this section. That is capital X, a continuous random variable with the probability function f of x on the area. And then capital X is a continuous random variable with the probability function f of x. Then capital X is a continuous random variable. Continuous random variable, what is range set? X will become the values. Range set of x is equal to minus infinity to infinity area. If x will become the values 0, 1, 2, 3 x will become the value interval that is minus infinity to infinity. Okay. Ini a probability kittanalla function. ഇവിടെ പറയുന്ന പോലെ f of x എന്ന് പറയുന്ന വലിയ കേസിനകത്ത് അത് ഒരു probability function ആകണമെങ്കിൽ ഇവിടെ probability function property എന്താണ്? Total probability 1 ആയിരിക്കും. അല്ലേ? അതേപോലെ തന്നെ ഈ കേസിനകത്ത് what is total probability? അത് കിട്ടാനുള്ള മാർഗ്ഗം ഇതാണ്. നമ്മൾ സിഗ്മ എന്നുള്ളതിന് പകരം സിഗ്മ fx is equal to 1 എന്നുള്ളതിന് പകരം ഇവിടെ സിഗ്മയാണ്. സിഗ്മ ചെയ്യണമെങ്കിൽ x ന്റെ വാല്യൂസ് നമുക്ക് കൃത്യം വാല്യൂസ് അറിയണം. 1, 2, 3 അങ്ങനെ ഓരോ വാല്യൂസ് അറിയണം. ഇവിടെ x ന്റെ വാല്യൂ അറിയില്ല, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മാത്രം വന്നു. Therefore this integral minus infinity to infinity f of x dx is equal to 1 ആണ്. ഇവിടെ sigma fx is equal to 1. അതിന് corresponding ആയിട്ട് in the case of continuous random variable this one minus integral minus infinity to infinity f of x dx is equal to 1. Similarly, what is expectation of x? Expectation of x
discrete random variable കേസിനകത്ത് എന്താണ് സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ, ഓരോ എക്സിനെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയോട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യും. പക്ഷെ ഇവിടെ എന്തായിരിക്കുന്ന എക്സിന്റെ വാല്യൂസ് ആ ഇന്റർവെലിനകത്താണ്. Therefore, expectation of x, if capital X is a continuous random variable with a probability function f of x, then expectation of x अथवा arithmetic mean of x or mu of x is equal to integral minus infinity to infinity x into f of x dx. Okay? അതായത് എഫ് ഓഫ് എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ തന്നിരിക്കുന്ന ഫംഗ്ഷനെ, എന്നിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് എക്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇനി ലിമിറ്റ് പറയും. പക്ഷേ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് എപ്പോഴും എക്സ് വേരി ചെയ്യുന്ന ഇന്റർവൽ ഉണ്ടാവും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3 എന്നോ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എന്നോ തരും. അതായത് ഇതിപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ആ ഇന്റർവലിനകത്ത് എടുക്കേണ്ടത് എക്സിന്റെ വാല്യൂ. ഓർ expectation of x is equal to this one, integral minus infinity to infinity x into f of x dx. Then next എന്താണ് variance of x. Variance of x is equal to this one, expectation of x square minus expectation of x whole square. Okay? What is expectation of x? Expectation of x means minus infinity integral minus infinity to infinity x f of x. What is expectation of y? ഇത് ഈ ഇന്റഗ്രലിനകത്ത് minus infinity to infinity y f of y. Then in the what is integral expectation of x square? Expectation of x square is equal to this value, integral minus infinity to infinity where x ഇവിടെ y വരുന്ന പറയുന്നത് x square into f of x dx. അതാണ് expectation of x square minus expectation of x whole square. That is variance joint probability distribution ആകത്തെ variance of x is in the continuous case. Sorry, continuous case not joint probability distribution. Continuous variable ആണെങ്കിൽ if capital X is a continuous random variable, then variance of x is equal to integral minus infinity to infinity x square f of x dx. അപ്പോൾ f of x എന്ന് പറഞ്ഞ വാല്യൂ തന്നിട്ടുണ്ടാവും, അതിനെ x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ ടൈമിനെ എക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനി തന്നിരിക്കുന്ന ലിമിറ്റ് എക്സ് വേരി ചെയ്യുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യും, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് minus expectation of x whole square. Expectation of x is equal to this value. That is variance of x. ഇനി അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് എക്സ്. പക്ഷേ ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനകത്ത് അരിത്തമാറ്റിക് മീനും അതേപോലെ തന്നെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇതിപ്പോൾ ഏതാണ് ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിനടുത്ത് എന്തായിരിക്കുന്നതാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരും, രണ്ട് വേരിയബിൾസ് വരും. ഇത് ഡിസ്ക്രീറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കണക്കുകൾ എന്തായാലും 2 മാർക്കായാലും 3 മാർക്കും ചിലപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ലാസ്റ്റ് ഡിസിഷനായിട്ട് വരുന്നത് ഇത് തന്നെ ഉണ്ടാകും. നെക്സ്റ്റ്, ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൽ കൺസിഡർ 2 റാൻഡം വേരിയബിൾസ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ഡിഫൈൻഡ് ഓൺ ദി സെയിം സാമ്പിൾ സ്പേസ്. ദാറ്റ് മീൻസ് x and y are continuous random variables. X and y are continuous random variables means x varies in the interval minus infinity to infinity. Similarly, y assumes the values in between minus infinity and infinity. And f of xy is the probability density function of the continuous random variable. If f of xy is the probability density function, then in a discrete case now we have seen sigma over x sigma over y f of xy is equal to 1. The total എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടി എത്ര കിട്ടും? 1 കിട്ടും. Similarly, here the total probability is equal to 1. What is the total probability? Total probability means this one, integral minus infinity to infinity, അതായത് x വേരി ചെയ്യുന്ന ഇന്റർവൽ. അതുപോലെ സിഗ്മ y എന്നുള്ള പോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, y വേരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of xy dx dy. ആ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? 1 ആയിരിക്കണം അല്ലേ? അന്നേരം എഫ് ഓഫ് എക്സ് വൈ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയ ഡെൻസിറ്റി ഫംഗ്ഷൻ ആയ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1. അതിനെന്ത് ചെയ്താൽ മതി? ആ പ്രോബ്ലത്തിനകത്ത് എക്സ് വൈ വേരി ചെയ്യുന്ന ഇൻ്റർവൽ തരും. ഇപ്പോൾ എക്സ് വേരീസ് ഫ്രം 1 to 2 എന്നോ വൈ വേരീസ് ഫ്രം 0 to 2 ആണെങ്കിൽ ഇത് നമ്മൾ 1 to 2 0 to 2. പിന്നെ എഫ് ഓഫ് എക്സ് വൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും, ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും, ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയെ ആദ്യമേ എക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വൈയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പക്ഷെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലിമിറ്റ് വളരെ ശ്രദ്ധിക്കണം. ഇത് എക്സ് വേരി ചെയ്യുന്നത് ഡി എക്സ് എടുക്കുമ്പോൾ എക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വേരി ചെയ്യുന്ന ലിമിറ്റ് കൊടുക്കുക. സിമിലർലി ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് വൈ
കൺസിഡർ ദ ലിമിറ്റ് ഓഫ് വൈ അതെടുക്കണം. അല്ലാതെ ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, വൈയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സെക്കൻഡ് അന്നേരം കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഒരേപോലെ തന്നെ മറ്റേ സിഗ്മ എഫ് ഓഫ് എക്സ് സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈയും വരും. എക്സും വേരി ചെയ്യും വൈയും വേരി ചെയ്യും. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1. ടോട്ടൽ നമ്മൾ ആ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് എല്ലാം എക്സിൻ്റെ വാല്യൂ x1 വൈയുടെ വാല്യൂ വൈ എല്ലാം കൂടെ ടോട്ടൽ പ്രോബബിലിറ്റി എത്ര കിട്ടും? 1 കിട്ടും. ഇവിടെ അതേപോലെ തന്നെ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. സെക്കൻഡ് ഇനി നെക്സ്റ്റ് വേറൊന്നുണ്ട്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറയാം. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിനകത്ത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇങ്ങനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഓർമ്മയുണ്ടാവും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ. എക്സിൻ്റെ വാല്യൂ എക്സ് വരെ, ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ എക്സ് വരെ, വൈയുടെ വാല്യൂ വൈ വരെ അല്ലേ. എക്സ് ഇപ്പം 1 ആണ്, വൈയുടെ വാല്യൂ 2 ആണെങ്കിൽ ഈ 1നും 2നും ഇടയ്ക്ക് വരുന്ന മൊത്തം ടോട്ടൽ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഡിസ്ക്രീറ്റ് കേസിനകത്ത് സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈയുടെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു വൈ വരെയുള്ള എഫ് ഓഫ് എക്സ് വൈ ടോട്ടൽ പ്രോബബിലിറ്റി എല്ലാം കൂടെ. അതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. ഓർമ്മയായിട്ടുള്ള ക്യാപിറ്റൽ എഫ് ഓഫ് 1 3. എഫ് ഓഫ് 1 3 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ 1 വരെ, അല്ലെങ്കിൽ എഫ് ഓഫ് 2 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2 വരെ വൈയുടെ വാല്യൂ 3 വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യും. നമ്മളന്ന് ഇത് കണക്ക് ചെയ്യുന്നതാണല്ലോ, അതായിരിക്കും എഫ് ഓഫ് 2 3. ഇതേപോലെ തന്നെ ഇവിടെയും എന്താണ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യുമുലേറ്റീവ് ആണ്, എല്ലാം സം ചെയ്യുന്നത്. അന്നേരം എക്സിൻ്റെ വാല്യൂ എവിടെ വരെ സം ചെയ്യും? എക്സ് വരെ. വൈയുടെ വാല്യൂ വൈ വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യും. അത് എഫ് ഓഫ് യു വി ഡി വി ഡി യു എന്ന് എഴുതിയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് എഴുതിയാലും മതി. പക്ഷേ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് വരെ എക്സ് ആണ് വേരി ചെയ്യും. അങ്ങനെ എക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിന് എന്ത് ചെയ്യണം എന്നാണ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. വൈയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. പക്ഷേ യു വി എന്ന് എഴുതണമെന്നൊന്നുമില്ല. എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ അതിന് എക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സിൻ്റെ വേരി ചെയ്ത ലിമിറ്റാണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ, വൈ മൈനസ് ഇൻഫിനിറ്റി ടു വൈ. ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് വൈ, ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് ഇനി അടുത്തത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? അതായത് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് എഴുതുക. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൻ്റെ വാല്യൂ എക്സ് വരെ വരിക, വൈയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് എഫ് എക്സ് ഓഫ് 2 അംഗീകരിക്കുക, അല്ലെങ്കിൽ എഫ് എക്സിന് ഓഫ് എക്സിൻ്റെ വാല്യൂ 1.2. എക്സിൻ്റെ വാല്യൂ 1.2 ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു എന്ത് ചെയ്യും? 1.2 വരെ എക്സിൻ്റെ വാല്യൂ വരിക. വൈ എന്താ? വൈക്ക് എടുക്കാൻ കഴിയുന്ന ആ ലിമിറ്റ് ഏതാണെന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു വി ഡി വി ഡി യു. പക്ഷെ അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് എഴുതിയാൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇപ്പോൾ ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെങ്കിൽ വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഡി വൈ ഡി എക്സ് തരും. ഓക്കെ, എന്നാൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, അതായത് എക്സ് വേരി ചെയ്യുന്ന ഇൻ്റർവൽ, വൈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. Similarly, cumulative distribution function of y. Cumulative distribution function of y is equal to f y y. f y y is equal to ഈ കേസിനകത്ത് ഏതാ വേരി ചെയ്യുന്നത്? y മാത്രം വൈയുടെ വാല്യൂ വരെ y വരെ വേരി ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി മുതൽ y വരെ വേരി ചെയ്യും. എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതേപോലെ തന്നെ എഫ് ഓഫ് യു വി ഡി വൈ ഡി വി ഡി. കാരണം ഇത് y ആണ് വേരി ചെയ്യുന്നത്. എന്നാൽ അതേ വൈയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇനി വീണ്ടും മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈയും ഉണ്ടാവും. മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിന്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനകത്തും ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ എഴുതി, പിന്നെ ഇതുകൊണ്ട് എന്തായിരിക്കുന്നതാണ് വൈയുടെ വാല്യൂ എഴുതും, എന്നിട്ട് ഈ എക്സ് എല്ലാം കൂടെ ഇങ്ങനെ കൊടുക്കും ഇവിടെ. എന്നാൽ എക്സിൻ്റെ വാല്യൂ എക്സ് കൊണ്ടാണുള്ള പ്രോബബിലിറ്റി ഇവിടെ കിട്ടുന്നത് അല്ലേ? അതെങ്ങനെ കിട്ടുന്നത്? എക്സിൻ്റെ വാല്യൂ x1, വൈയുടെ വാല്യൂ ഇവിടെ വൈക്ക് 0 1 2 3 എടുക്കുകയാണെങ്കിൽ ആ ടോട്ടൽ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടും. ഇൻ ദ സെയിം വേ ഇതാണ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ്. മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഇവിടെ എഴുതുന്നതല്ലേ ജി ഓഫ് എക്സ്, ഇവിടെ താഴെ എച്ച് ഓഫ് ഐ എന്ന് എഴുതുന്നത്. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഏതാണ്
x ന്റെ വാല്യൂ x1 ആണ്, y മാത്രം വേരി ചെയ്യും. അതാണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. അങ്ങനെ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് പറയുമ്പോൾ ഇന്റഗ്രേറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ വാല്യൂ വേരി ചെയ്യും. എക്സ് x1 തന്നെ വൈയുടെ വാല്യൂ 1 ആവും, 2 ആവും, 3 ആവും, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ വരും. സിമിലർലി മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ, മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വൈയുടെ വാല്യൂ ആണ്. അവിടെ വൈയുടെ വാല്യൂ എപ്പോഴും എന്തിൻ്റെ ഒരേ വാല്യൂ ആണ്. എക്സ് ആണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ എവിടെ വരെ വരെ ചെയ്യുന്നത്, പ്ലസ് ഇൻഫിനിറ്റി വരെ വരെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എച്ച് ഓഫ് വൈ ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ. എച്ച് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഏത് വേരി ചെയ്യും, ഡി എക്സ്. അങ്ങനെ വൈയുടെ വാല്യൂ ഫിക്സഡ് വാല്യൂ അല്ലേ, എക്സിൻ്റെ വാല്യൂ ആണ് വേരി. ഇതുപോലെ ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്കെല്ലാം മാർജിനൽ പ്രോബബിലിറ്റി ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരും. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ചോദിക്കാം. അതുപോലെ തന്നെ ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതുപോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ, ദെൻ പ്രോബബിലിറ്റി മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്, മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി. What is conditional probability? Conditional probability നമ്മൾ നേരത്തെ പറഞ്ഞതാണ് probability of A given B അഥവാ probability of X given Y. Probability of A given B is equal to probability of A intersection B divided by probability of B എന്നാണ്. അഥവാ f of x y is equal to probability that x is equal to x, y is equal to y divided by probability of y ആണ്. അതേപോലെ തന്നെ conditional probability of x given y is equal to x given y is equal to x ന്റെ വാല്യൂ x, y ന്റെ വാല്യൂ y വരെയുള്ള പ്രോബബിലിറ്റി. അതായത് f of x y divided by ഇതാണ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y h of y. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് y given x. പ്രോബബിലിറ്റി ഓഫ് y given x is equal to പ്രോബബിലിറ്റി ഓഫ് y intersection x എന്നാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് y യുടെ വാല്യൂ and x is equal to x ന്റെ വാല്യൂ അതാണ് f of x y divided by probability that x in the value, that is g of x. Conditional probability of x given by that is f of x y divided by h of y, probability that y is equal to y. ഇവിടെ അതുപോലെ തന്നെ conditional probability of y given x is equal to f of x y divided by probability that x is equal to x, marginal probability density function of x. ഈ പ്രോപ്പർട്ടി എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള കണക്കുകൾ അതെല്ലാം മുകളിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുന്നത് പ്രത്യേകിച്ച് ഒരു കണക്കായിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ മോഡലിലുള്ള മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അതായത് എഫ് ഓഫ് എക്സ് വൈ, ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈയും, മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ, ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്ന 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങളായിട്ട് എപ്പോഴും വരുന്നത്. എന്നാൽ ബുക്കിൽ തന്നിരിക്കുന്ന മുഴുവൻ കണക്കുകൾ നിങ്ങൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നോക്കും. ഇൻ ദി കേസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിനകത്ത് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2 വന്നു, 2 റേസ് ടു എക്സ്, ദെൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ, ദെൻ അരിത്മെറ്റിക് മീൻ ഓഫ് വൈ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് എക്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരും. y a function defined on x, അതാണ് y is equal to x square plus 2 എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ വൈയുടെ അരിത്മെറ്റിക് മീന് വേരിയൻസ് കാണുന്നത് പോലെ തന്നെ ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓൺ എ സാമ്പിൾ സ്പേസ്. എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇപ്പോൾ എക്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെ എക്സ്, പ്രോബബിലിറ്റി ഓഫ് എക്സ്. ഇനി y a function defined on x. In the same way y defined a function defined on x, or y is equal to a function of x. Now y is equal to x square plus 2 എന്നോ x square plus 3 എന്നോ അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ. എന്നാൽ ഇവിടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് y a function defined on x എന്നാണ്. ദെൻ ഒരു വെൽ നോൺ തിയറം ഉണ്ട്. ആ തിയറം നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തായിരിക്കുന്നതാണ്, ദെൻ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y, അതായത് വൈയുടെ പ്രോബബിലിറ്റി കിട്ടാനുള്ള ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ, എച്ച് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ദിസ് വൺ എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി.
അതായത് x continuous random variable with the probability function f of x, y a function defined on x, then the probability density function of y, the probability distribution of y is h of y is equal to this one, f of x into absolute value of dx divided by dy. Okay, for example I take the probability density function of x, the probability density capital X be a continuous random variable with the probability density function f of x is equal to 7 e raised to minus 7x if x greater than 0 equal to 0 otherwise. If not work out the problem either. There are two problems. Then y is equal to 3 minus 4x or 4x minus 3. Then find the probability distribution of y here, marginal probability density function, and all properties. That is what we do. That is what is h of y is equal to f of x into mod dx by dy. This type of problem is sure I can TCI example. This example properties. Second, Chebyshev's inequality. Chebyshev's inequality. Let capital X be a random variable with arithmetic mean mu and standard deviation sigma. As a capital X is a random variable with arithmetic mean mu and standard deviation sigma. Anganyaya or x in the value, the random variable x in the value lies in this interval. Mu minus k sigma less than or equal to x less than or equal to mu plus k sigma. Either mu minus k sigma q, mu plus k sigma q at x in the value lies in the probability is always greater than or equal to 1 minus 1 by k square. Okay? The probability mu minus k sigma, that is x lies in this interval, mu minus k sigma to mu plus k sigma. Our interval x in the value lies in the probability is greater than or equal to 1 minus 1 divided by the k square. Okay? In the other question, mu minus but mu minus the probability of minus k sigma less than or equal to x minus mu less than or equal to k sigma is greater than or equal to 1 minus 1 divided by k square. Okay, that's why random variable x, x in the value, x minus mu in the value, as the absolute value. Minus k sigma plus k sigma, that is absolute value is less than or equal to k sigma. K sigma probability is greater than or equal to 1 minus 1 divided by k square. This is Chebyshev's inequality. And Chebyshev's inequality is a definition. What is we mean by Chebyshev's inequality? That apply it. Or k value arithmetic mean standard deviation random variable. Then what is the probability that x mu minus k sigma less than or equal to x less than or equal to v plus k sigma if interval lies in the probability greater than or equal to 1 minus 1 by k square problem second ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ആ പ്രോബബിലിറ്റി സെക്ഷനകത്ത് മെയിനായിട്ട് വരുന്നത്. അന്നേരം മെയിനായിട്ട് വരുന്നതിനകത്ത് ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പാർട്ടിൽ നിന്ന് എന്തായിരിക്കും അറിയാം ആദ്യമേ തന്നെ ഡെഫിനിഷൻസ്. അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എടുത്താൽ ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആ പ്രോപ്പർട്ടി ഒക്കെ. പക്ഷേ 5 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. മിനിമം ഈ സെക്ഷനിൽ നിന്ന് ഒരു 15-നടുത്ത് മാർക്ക് ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു മോഡിൽ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ അടക്കം പഠിക്കുക എന്നിട്ട് പരീക്ഷിക്കുന്നത്. ഈ രണ്ടാമത്തെ മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ അതിനകത്ത് ആദ്യമേ കുറേ പുതിയ ഡെഫിനിഷൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ an optimization problem, then an objective function, then constraints, linear programming problem. ഇനി ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പം ഫീസിബിൾ റീജിയൻ. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതുപോലെ ഈ പറയുന്ന ഈ ടേംസ് ഇതിലൊക്കെ എന്തായിരിക്കും മുഴുവൻ ഇതുപോലെ തന്നെ പഠിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ അടക്കം പഠിക്കുക. ദെൻ വാട്ട് യു മീൻ ബൈ an optimization problem. Optimization problem means a problem which seeks the maximum or minimum value of a numerical function.
ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഫോർ എക്സാമ്പിൾ ആയിട്ട് the z is equal to 2x plus 3y, maximize z is equal to x plus 3y. എന്നാൽ ഈ z എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യുന്നതാണ് മാക്സിമം സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഇൻ certain problems you have to minimize the value z is equal to find the minimum of z ആയിരിക്കും. എന്നാൽ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോബ്ലം വിച്ച് സീക്സ് ദ മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഇനി ആ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ 2 or more വേരിയബിൾസ്, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഈ കേസിനകത്ത് 2 വേരിയബിൾസ് എക്സും വൈ. And moreover, that variables x and y depends on certain constraints or depends on certain conditions. എന്നാൽ ഇത്തരത്തിൽ ആ റാൻഡം വേരിയബിൾസ് എക്സും വൈയും അത് certain കണ്ടീഷൻസിന് വിധേയമായി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം ഓർ മിനിമം സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലംസ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് വാട്ട് വി കോൾ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം. അന്നേരം ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഈ പറയുന്ന എല്ലാ ഡെഫിനിഷൻ പോലെ പഠിക്കുക. ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം എ പ്രോബ്ലം വിച്ച് സീക്സ് ദ മാക്സിമം ഓർ മിനിമം ഓഫ് എൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ 2 or more വേരിയബിൾസ് ആൻഡ് മോറോവർ ദാറ്റ് വേരിയബിൾ സാറ്റിസ്ഫൈസ് certain കണ്ടീഷൻസ് ഓർ certain constraints. എന്നാൽ ഇത്തരത്തിൽ ചില കൺസ്ട്രെയിൻസിന് വിധേയമായി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം ഓർ മിനിമം സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലം. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളാണ് വാട്ട് വി കോൾ optimization problems. Then second, objective function. Now objective function അറിയാം. In an optimization problem, the function which is to be maximized or minimized. ആ optimization പ്രോബ്ലത്തിനകത്ത് മാക്സിമൈസ് ചെയ്യുകയോ മിനിമൈസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്, usually denoted by z. That function is defined as objective function, usually denoted by z. Okay? Optimization problem the function which is to be maximized or minimized is defined as objective function. The next, constraints. The constraints means in this problem the conditions are given x plus 2y less than or equal to 10 or 2x minus 3y less than or equal to 6. No, x greater than or equal to 0, y greater than or equal to 0. If we put the conditions, the limitations, ഏതിന് എക്സ് വൈ ആ വേരിയബിൾസിന് കൊടുത്തിരിക്കുന്ന ലിമിറ്റേഷൻസ്, ദ ലിമിറ്റേഷൻസ് ദാറ്റ് വി അസൈൻ ടു ദ വേരിയബിൾസ് ഇൻ എൻ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആർ ഡിഫൈൻഡ് ആസ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് മീൻസ് ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓർ കണ്ടീഷൻസ് ദാറ്റ് വി ഇമ്പോസ്. നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് ഏതിൻ്റെ മുകളിൽ? ഓൺ ദ വേരിയബിൾസ് ഇൻ എൻ LPP ഓർ എൻ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഈ പറയുന്ന കൺസ്ട്രെയിൻസ്. ഇനി ആ കൺസ്ട്രെയിൻസിൽ ഒരെണ്ണം എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ or equal to 0, x greater than or equal to 0, y greater than or equal to 0. If there are 3 variables, then you have z variable greater than or equal to 0. These x greater than or equal to 0, y greater than or equal to 0 are known as non-negative constraints. ആ വേരിയബിൾസിന് കൊടുത്തിരിക്കുന്ന ലിമിറ്റേഷൻസ് അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൺസ്ട്രെയിൻസ്. ദെൻ നെക്സ്റ്റ്, LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അന്നേരം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം തന്നെയാണ്. ഒന്നെങ്കിൽ മാക്സിമൈസ് ചെയ്യുക അഥവാ മിനിമൈസ് ചെയ്യാനായിട്ട്. പക്ഷേ ആ മാക്സിമൈസ് ചെയ്യുകയോ മിനിമൈസ് ചെയ്യുന്ന ഈ ഫംഗ്ഷൻസ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഈ പറയുന്ന കൺസ്ട്രെയിൻസ് അതൊക്കെ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. ലീനിയർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എക്സ് ആയാലും വൈ ആയാലും അഥവാ x1 x2 x3 കുറേ വേരിയബിൾസ് ഉണ്ടാകും. ആ വേരിയബിൾസിൻ്റെ ഒക്കെ ഡിഗ്രി എത്രയായിരിക്കണം? 1 ആയിരിക്കണം. ഒരിക്കലും 1-ൽ കൂടുതലാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് x² + 2y ≤ 0 എന്ന് വരാം, ഒരു കൺസ്ട്രെയിൻറ്റ്. അല്ലെങ്കിൽ x² ≤ 4 എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരിക്കലും എക്സിൻ്റെയോ അഥവാ വൈയുടെയോ ആ ടേം ഉൾക്കൊള്ളുന്ന കൺസ്ട്രെയിൻസ് അതൊക്കെ ലീനിയർ ആയിരിക്കും, ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 2x + 2y ≤ 10 അഥവാ x - 2y ≥ 5. അന്നേരം ഒരു ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിനകത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതേപോലെ തന്നെ ഈ കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കണം? ലീനിയർ ആയിരിക്കണം. Then the problem is known as a linear programming problem. അന്നേരം ഒരു LPP നിങ്ങൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ടൈംസ് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം, പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇത്രയും തറവായിരിക്കണം. അത് ഡെഫിനിഷൻ അടക്കം പഠിക്കുക. ആ ഡെഫിനിഷൻസ് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള കൺസ്ട്രെയിൻസിലും. ഇനി നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മാർഗം. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിംഗ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് പ്രോബ്ലം. മാക്സിമൈസ്. നമ്മൾ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആയാലും ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയാലും ഒന്നിനും മാക്സിമൈസ് ചെയ്യാനായിരിക്കും,
Otherwise, the problem is to be minimized. Maximize z is equal to 2x plus 3. That is, this function is maximized, or this is the objective function. Subject to this is the constraints x plus 2y less than or equal to 10. First constraint. Second, 2x minus 3y less than or equal to 6. Second constraint. X greater than or equal to 0, y greater than or equal to 0. ഉറപ്പാണ് പരീക്ഷയ്ക്ക് 3 മാർക്കോ അഥവാ 5 മാർക്കിൻ്റെയോ പ്രോബ്ലം ആയിട്ട് എന്തായിരിക്കുന്ന ഇതേപോലെ ഗ്രാഫിക്കൽ മെത്തേഡിൽ LPP സോൾവ് ചെയ്യാനുണ്ടാകും. എന്നാൽ LPP സോൾവ് ചെയ്യുന്ന ഇത് തന്നിരിക്കുന്ന കണക്കുകൾ നിങ്ങൾ 1-2 കണക്ക് നോക്കി ശരിക്കും അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് വിചാരിക്കുക. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇതാണ് എന്തെന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണുള്ള കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ലീനിയറാണ്. ലീനിയർ ആയത് കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. അതിന് ആദ്യത്തെ ഇക്വേഷൻ ഏതാണ്? എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. Therefore you consider x plus 2y equal to 10. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അഥവാ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യുക? ഈക്വൽ ടു എന്ന് എടുക്കുക. ഈക്വൽ ടു എന്ന് എടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഗ്രാഫ് കിട്ടുള്ളൂ, ഇക്വേഷൻ കിട്ടുള്ളൂ. എന്നാൽ ഇക്വേഷൻ കിട്ടാൻ മറ്റൊരു റീജിയനാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ആ 10 താഴെയുള്ള മൊത്തം റീജിയൻ വരും. ഇതിപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് ലീനിയർ ആയത് കാരണം അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ എന്താണെന്നാണ് ഏറ്റവും കുറഞ്ഞ 2 പോയിന്റ് വേണം. ആ 2 പോയിന്റ് കിട്ടാനുള്ള മാർഗം എന്താണെന്ന് അറിയാമോ? Put x is equal to 0. Then find the value of it. So in this equation, if x is equal to 0, then this 2y is equal to 10. 2y is equal to 10 means y is equal to 5. When x is equal to 0, y the value 5. In a similar way, let y is equal to 0. If y is equal to 0, then you have x is equal to 10. And minimum 2 point കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം put x is equal to 0, then you will have the value of 5. ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് y is equal to 0. അങ്ങനെ x is equal to 0, y is equal to 5, x is equal to 10, y is equal to 0. അതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ് ഏതാണ്? 2x minus 3y is equal to 6. അതിൻ്റെ ഗ്രാഫ് എടുക്കുക. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഇതുപോലെ വരയ്ക്കുക. അന്നേരം അത് റെപ്രസെൻറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യണം? ആ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുക. ആദ്യത്തെ വാല്യൂ x is equal to 0, എക്സിൻ്റെ വാല്യൂ 0. ദിസ് ഈസ് ദ പോയിന്റ് 0, 0 ആണ്. എന്നാൽ x is 0 ആയാൽ y യുടെ വാല്യൂ എത്രയാണ്? 5. x is 0, y is equal to 5. Similarly, when x is equal to 10, y is equal to 0. X is 2, 4, 6, 8, 10. Y യുടെ വാല്യൂ 0. അപ്പോൾ ആ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്തത് ഈ ഒരു സ്റ്റേറ്റ്. അതാണ് ഏത് സ്റ്റേറ്റ്? x plus 2y is equal to 10 റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്. സിമിലർലി ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് അതിനുണ്ട്. ഏതാണ്? 2x minus 3y is equal to 6. അതിനകത്ത് x is equal to 0 കൊടുക്കുക, y-യുടെ വാല്യൂ -2 എന്ന് കിട്ടും. y is equal to 0 എന്ന് കൊടുക്കുക, x-ന്റെ വാല്യൂ 3 എന്ന് കിട്ടും. ആ 2 പോയിന്റ്സ് ഇതുപോലെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക. എന്നാൽ രണ്ടാമത്തെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഇതാണ് 2x minus 3y is equal to 6. ശരി, നമുക്ക് എന്താ വേണ്ടത്? ഇനി പറഞ്ഞ കൺസൈസ് എന്തായിരിക്കും അറിയാമോ? 2x x plus 2y less than or equal to 10 ആണ്. ഇത് x plus ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിൽ x plus 2y is equal to 10 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇത് താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മൊത്തം വരും. സിമിലർ രണ്ടാമത്തെ സ്റ്റേറ്റ് ഏതാണ്? 2x minus 3y is equal to 6. ലെസ് ദാൻ ഓർ ഈക്വൽ 6 ആണ്. എന്നാൽ 2x minus 3y less than or equal 6 ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിൽ 2x minus 3y is equal to 6 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ 6 കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള മാർഗ്ഗം ഞാൻ ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒറിജിൻ വരുന്ന റീജിയൻ ഏതാണ്? 0, 0 ആണ്. ആ 0, 0 ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നാൽ എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0 കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 0 കിട്ടും. ആ 0 ഏതിനേക്കാൾ കുറവാണ്? 6-നേക്കാൾ കുറവാണ്. അന്നേരം എന്താ? ഒറിജിൻ ഉൾക്കൊള്ളുന്ന റീജിയൻ ഈ സ്റ്റേറ്റ് ലൈനാണ്. അതായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സിമിലർലി x plus 2y equal to 10 ഇതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിൻ ഉൾക്കൊള്ളുന്ന റീജിയൻ x 0, y 0. ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ത് കിട്ടും? 0. ആ 0 10-നേക്കാൾ കുറവാണ്. എന്നാൽ ഈ സ്റ്റേറ്റ് ലൈൻ താഴെ ഇങ്ങനെ ഇതിന് മുകളിൽ. ഇനി മൂന്നാമത്തെ അടുത്ത് എന്തായിരിക്കുന്നത്? x greater than or equal to 0, y greater than or equal to 0. x greater than 0 മീൻസ് ഇവിടെ ഇങ്ങോട്ടുള്ള റീജിയൻ ആണ്. x-ന്റെ വാല്യൂ greater than or equal to 0, y greater than or equal to 0. ശരി, അത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് A, this point B, ഇത് C, ഇത് D. A, B, C, D, A. This region is defined as the feasible region. The feasible region means the common region determined by the constraints. That is capital A, B, C, D. അന്നേരം ഇത്രയും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആയിരിക്കും ഫീസിബിൾ റീജിയൻ അല്ലേ?
ഇനി ആ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റ്സ് മീൻസ് ഒന്ന് എ 0 0, ഈ പോയിന്റ് ബി ഏതാണ്, അത് 3 0. വാട്ട് എവർ ഡി, എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു 5. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യും. ഏതൊക്കെ? എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10 ഉം 2x മൈനസ് 3y ഈസ് ഈക്വൽ 6. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. എന്നുവെച്ചാൽ അത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടാൻ വേണ്ടി അതിനോട് സോൾവ് ചെയ്താൽ ഈ ഇക്വേഷന് എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ 10, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? 2x പ്ലസ് 4y ഈസ് ഈക്വൽ 20. രണ്ടാമത്തെ ഇക്വേഷൻ 2x മൈനസ് 3y ഈസ് ഈക്വൽ 6. സബ്സ്ട്രാക്ട് ചെയ്താൽ 7y ഈസ് ഈക്വൽ ടു 20 മൈനസ് 6 14, ഓർ y ഈസ് ഈക്വൽ ടു 2. ഇനി y ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ, അത് y-യുടെ വാല്യൂ 2 ആയാൽ x പ്ലസ് 2 × 2 4 അല്ലേ? എന്നാൽ x പ്ലസ് 4 ഈസ് ഈക്വൽ 10, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ 6 പ്ലസ് 4 ഈസ് ഈക്വൽ 10. എന്നാൽ ഈ പോയിന്റ് ഏതാണ്? 6 2. എന്നാൽ ഈ c എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? 6 2 അല്ലേ? c 6 2. ദാറ്റ് മീൻസ് ഇതിന്റെ സൊല്യൂഷൻ ഉൾക്കൊള്ളുന്ന റീജിയൻ ആണിത്, ഫീസിബിൾ റീജിയൻ. ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലായിരിക്കും ഏതുണ്ടാകുക? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ തീർന്നുണ്ട്. ഇൻ എൻ LPP the maximum or minimum lies on a corner point. അന്നേരം എന്തായിരിക്കും അറിയാമോ? നമുക്കിനിയിപ്പം ആ ഫംഗ്ഷൻ ഏതാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? z ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3y. ഈ z ഈസ് ഈക്വൽ 2x പ്ലസ് 3y ക്കകത്ത് ഈ പറയുന്ന ഓരോ കോർണർ പോയിന്റ്സിന് വാല്യൂസ് കൊടുക്കുക. ഈ പോയിന്റ് 0 3 0, എന്നാൽ x 3 കൊടുക്കുക, y 0 കൊടുക്കുക. അന്നേരം z ഒരു വാല്യൂ കിട്ടും. അടുത്തത് എന്തായിരിക്കുന്ന? d എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ 0 5, എന്നാൽ x 0 കൊടുക്കും, y ക്ക് വാല്യൂ കൊടുക്കും. ഇനി അതുപോലെ ഈ പോയിന്റ് 62 എന്ന് പറയുന്ന പോയിന്റ് x 2 6, y-യുടെ വാല്യൂ എന്ത് കൊടുക്കുക? 2 കൊടുക്കും. അന്നേരം ഈ ഓരോ കോർണർ പോയിന്റ്സിലും സെഡിന് എന്തുണ്ടാവും? വാല്യൂസ് ഉണ്ടാകും. അതാണ് ഫീസിബിൾ സൊല്യൂഷൻസ്. ഈ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലെ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ ഓരോ കോർണർ പോയിന്റിലെ എന്ത് ചെയ്യണം? വാല്യൂസ് കണ്ടുപിടിക്കും. അന്നേരം ബി എന്ന് പറയുന്ന കോർണർ പോയിന്റ് വാല്യൂ ഓഫ് സെഡ് 3 0 ആണ്. അന്നേരം എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 0, അന്നേരം 2 × 3 സെഡ് ഈസ് 6 എന്ന് കിട്ടും. ഇനി വാട്ട് അബൌട്ട് ദിസ് പോയിന്റ്? ഡി എന്ന് പറയുന്ന പോയിന്റ് വാല്യൂ എത്രയാണെന്നറിയാമോ? എക്സ് 0, വൈ ഈസ് ഈക്വൽ ടു 5. അന്നേരം എക്സിന്റെ വാല്യൂ 0 3y 15 എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ എന്തായിരിക്കും? 62 എന്ന് പറയുന്ന പോയിന്റ് എടുക്കും. 62 എന്ന് പറയുന്ന പോയിന്റിൽ എക്സിന്റെ വാല്യൂ 6, അന്നേരം 12. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ 2, അന്നേരം 3 × 2 6 അല്ലേ? 2x പ്ലസ് 3y z ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3y അല്ലേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അന്നേരം എക്സിന്റെ വാല്യൂ 6 12 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 18. അന്നേരം ആദ്യമേ ഈ പോയിന്റിൽ 6, ഈ പോയിന്റിൽ 15, അതുപോലെ ഈ പോയിന്റിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 18 ആയിരിക്കും. അന്നേരം അതിനകത്തുള്ള മാക്സിമം ഏതായിരിക്കുന്നതാണ്? ഈ 18 ആണ്. ദാറ്റ് മീൻസ് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെ സൊല്യൂഷൻ അത് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് അർത്ഥം? x ഈസ് ഈക്വൽ ടു 6, y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2y. ഇതിപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ 3 സ്ട്രെയിറ്റ് ലൈൻസ് വരും. അങ്ങനെ പലതരം കണക്കുകൾ 2 സ്ട്രെയിറ്റ് ലൈന്, 3 സ്ട്രെയിറ്റ് ലൈന്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന എല്ലാ കണക്കുകളും ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ് പരീക്ഷയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 മാർക്കിൻ്റെയെങ്കിലും ചോദ്യമായിട്ട് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ വരും. ഇനി ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ വരികയെന്ന് മാത്രമല്ല, അതിനു മുമ്പുള്ള ഡെഫിനിഷൻസ്, ഫീസിബിൾ റീജിയൻ, പിന്നെ കൺസ്ട്രെയിൻസ്, ഓബ്ജക്റ്റീവ് ഫംഗ്ഷൻ, LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ പഠിക്കുക. ആ തന്നിരിക്കുന്ന പ്രോബ്ലങ്ങൾ. എന്നിട്ട് ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്തായിരിക്കുന്ന? നമുക്ക് സിംപ്ലക്സ് മെത്തേഡും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന പാർട്ടുകൾ അത് നാളെ. എന്നിട്ട് ഈ ഒരു ദിവസം തരുന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ അന്ന് തന്നെ അത് മൊത്തം നോക്കി തീരുക. ഏതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബാക്കി പാർട്ടും ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന മാർഗം. ഓക്കെ.